ചോദ്യം സിമ്പിളാണ്. നമ്മുടെ നന്ദഗോവിന്ദ ഭജൻസ് സംഘികളാണോ എന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെയാണ്? ഒരു വീഡിയോ ഞാൻ കണ്ടു, അതിനകത്ത് അതിപ്പോ കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പരമപവിത്രമായ ആ പാട്ട് ഗണഗീതം എന്ന് പറയുന്ന പല അമ്പലങ്ങളിലും അത് പാടണ്ടെന്ന് പറഞ്ഞ് ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ആരൊക്കെ എവിടെ പാടുമോ അതിനൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ട്. ആ പാട്ടിന്റെ ഭംഗിയേക്കാളും കൂടുതൽ അത് ഗണഗീതമാണെന്ന ഒരു ദാറ്റ് ഈസ് മോർ ഫേമസ് അബൌട്ട് ദാറ്റ് സോങ്. നിങ്ങൾ ആ ഒരു പാട്ട് പാടിയ വീഡിയോ പലയിടത്തും വൈറലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ആ പാട്ട് കേൾക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഇത് പണ്ട് നമ്മള് എനിക്ക് തോന്നുന്നു കണ്ട വീഡിയോ ദുബായില് അലൈനിൽ ഒരു പ്രോഗ്രാം, ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് അലൈനിൽ തന്നെയാണ്. അത് നാട്ടിലല്ല, അലൈനില് അവിടെ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൽ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോ നമ്മൾ പാടിയ പാട്ടാണ് ഗണഗീതം പാടിയത്. അപ്പം അത് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റീസൺ തന്നെ നമുക്ക് എല്ലാവരും നമുക്കുണ്ട്, നമ്മളെ ലിസണേഴ്സ് എല്ലാവരുമാണ്. അപ്പം ഈ വരുന്ന ആൾക്കാർ നമ്മൾ അവിടെ വന്നിട്ട് ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇതിന്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ ഉത്തരം അതാണ്. ഇവരെ സംഘികളാണുള്ള ചോദ്യത്തിന് ഉത്തരമാണ് എന്തുകൊണ്ട് ഗണഗീതം പാടുന്നില്ല. RSSന്റെ ഒരു എന്താ പറയാ അടിസ്ഥാന അവരുടെ നാഷണൽ സോങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാട്ടാണ് ഗണഗീതം. അത് എന്തുകൊണ്ട് പാടുന്നില്ല എന്ന് ചോദിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഈ പാട്ട് ഞങ്ങൾ പാടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതിലെല്ലാ ജാതി മത വ്യത്യാസത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാണ് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ശശികല ടീച്ചർ KP ശശികല എന്ന് പറയുന്ന ആയമ്മ പറഞ്ഞിരുന്നൊരു വാക്കുകൾ ഇങ്ങനെയാണ്. അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതുപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട, അതിനൊക്കെ കുറിക്കുന്നത് ഇവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കേട്ടോ. ഹിന്ദുക്കൾ എങ്ങനെ പോകണം, അതുപോലെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം, പള്ളിയിലത്തെ ക്രിസ്ത്യൻസ് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള തിട്ടൂരം ശശികല എന്ന് പറയുന്ന KP ശശികലയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ പറയുന്ന ഞാനൊരു ഹിന്ദുവാണ്, എന്തായാലും ഞാൻ അടക്കമുള്ള ആളുകൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ അമ്പലത്തിൽ പോകണമെന്നും എപ്പോൾ അമ്പലത്തിൽ പോകണമെന്നും എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്നും എന്നും തീരുമാനിക്കാനുള്ള അവകാശം എന്തായാലും ഞാൻ ഈ പറയുന്ന KP ശശികല അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താ സുഹൃത്തെ ടീച്ചർ എന്ന് പറയാത്തത്. അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽപ്പെട്ട ഒരാളല്ല എന്നുള്ളതുകൊണ്ട് അത് വിളിക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. എന്തൊക്കെയായാലും ഇവിടെ ഈ KP ശശികല പറഞ്ഞത് പള്ളിയിലും വേണ്ട അമ്പലത്തിലും വേണ്ട എന്നാണ്. നമുക്ക് ഇവർ തന്നെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് ഈ നന്ദഗോവിന്ദ ഭജൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട്ടിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ, അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ പള്ളിയിലും വിളക്കുകൾ തെളിയിക്കാറുണ്ട് എന്ന്. അങ്ങനെ ഒരു ജാതി ഭേദമന്യേ ഒരു ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ലാതെ ആഘോഷത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരാറുണ്ട് എന്നാണ് ഇവർ തന്നെ പറഞ്ഞേ. തെളിവ് വേണോ? ഇതാ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ചർച്ച, നമ്മുടെ പള്ളി കണ്ടില്ലേ? പള്ളി കാണാനില്ലേ? പള്ളിയുടെ ആ ഒരു മുറ്റത്ത് മെഴുകുതിരി കത്തിക്കുന്നുണ്ടോ? ആ സമയത്ത് ആ നാട്ടിലെ എല്ലാ വീട്ടിലും ദേശത്തും മുഴുവൻ വിളക്കുകൾ തെളിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പള്ളിമുറ്റത്ത് ഇതാ ദീപം കത്തിക്കുന്നു. വല്ല പ്രശ്നം ഉണ്ടാവും? ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. സുന്ദരമായ കാഴ്ച, അതിസുന്ദരമായ കാഴ്ച എന്ന് നമുക്ക് പറയാനുള്ളൂ. പള്ളിയുടെ മതിലാണ്, പള്ളിമുറ്റത്താണ് ഈ ദീപം തെളിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് വിഷം കയറ്റാൻ വേണ്ടിയിട്ട് പതുക്കെങ്കിലും വിഷം കയറ്റാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി പറഞ്ഞത് പള്ളിയിൽ ഒരിക്കലും ഹിന്ദുവിന്റെ പാട്ട് വേണ്ടാന്ന്. ഇതും തീരുമാനിക്കാനുള്ള തിട്ടൂരൊന്നും ഇത്തരം ആളുകൾക്ക് നമ്മൾ കൊടുക്കരുത് കേട്ടോ. 1% പോലും നമ്മൾ ഇത്തരം ആളുകൾക്ക് ഇതൊന്നും തീരുമാനിക്കാനുള്ള തിട്ടൂരം കൊടുത്തു പോകരുത്. നമുക്കൊരു പള്ളിയെ പാട്ട് കേട്ടാലോ? ഇങ്ങനെയാണ്. തൊട്ടുപുറകിൽ പള്ളിയാടാ. ഈ പാട്ടുണ്ട് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ ഒരു ശബരിമലക്കാലാണ്. ശബരിമലക്കാലമാണ്. ഒരു നൊസ്റ്റുള്ള ആൾക്കാർ കേട്ടാ ശബരിമല, ആ ഒരു തണുത്ത അന്തരീക്ഷം, രാവിലെ കുളിക്കാൻ പോകുന്നത്. ശബരിമലയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് രാവിലെ കുളിക്കാൻ പോകുന്നത്, ആ കുളത്തിൽ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത്, ഇല്ലയോ? ഇതൊക്കെ അന്നത്തെ ഒരു ഗംഭീര നൊസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ നൊസ്റ്റ് ഉണ്ടാക്കുന്ന ഈ പാട്ട് പാടുന്നത് ഒരു പള്ളിമുറ്റത്താണ്. ഈ പറയുന്ന KP ശശികല അടക്കമുള്ള ആളുകളുടെ തീരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ പള്ളിമുറ്റത്ത് ഈ ഹിന്ദു ഭക്തി ഗാനവും
എന്താണ് മറ്റു പള്ളിമുറ്റത്ത് ഹിന്ദു ഭക്തിഗാനങ്ങളും ഇനിയിപ്പോൾ ഒരു അമ്പലമുറ്റത്ത് മുസ്ലിം ഭക്തിഗാനവും ക്രിസ്ത്യൻ ഭക്തിഗാനവും ഒക്കെ പാടുന്നുണ്ട്. ഇത് എത്രയോ കാലമായിട്ട് കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിന് മുഴുവൻ തുരങ്കം വെച്ച് ഹിന്ദുക്കളത് മാത്രമായിട്ടുള്ള സംഗതികൾ, ക്രിസ്ത്യൻസിന് മാത്രമായിട്ടുള്ള സംഗതികൾ, മുസ്ലിങ്ങളത് മാത്രമായിട്ടുള്ള സംഗതികളായിട്ട് ഇങ്ങനെ ഓരോ ക്ലസ്റ്റർ ജീവിതം ജീവിച്ചു പോകണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ജീവിതം ഒന്നും പാടില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അതിനപ്പുറത്തേക്കുള്ള ജീവിതം ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുക്കൾ ഒരു പ്രത്യേക ഭൂപ്രദേശം, മുസ്ലിങ്ങൾ ഒരു പ്രത്യേക ഭൂപ്രദേശം, നമ്മുടെ ഒരു ഉത്തരേന്ത്യൻ ലൈഫ്. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളെല്ലാം കൂടിയിട്ട് മുസ്ലിങ്ങളെല്ലാവരും കൂടിയിട്ട് ഹിന്ദുക്കളെ. ഇതിൻ്റെ ഒരു ചെറിയ തുടക്കങ്ങളാണ് ഇവർ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ പേരിൽ നേരിട്ട് ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. ഇനിയിപ്പോൾ അത് ഇടപെടാനുള്ള ഒരു സംഗതി ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് മലപ്പുറത്തെ അറേബ്യൻ ഫുഡുകളുണ്ട്. ഒരുപാട് അറേബ്യൻ ഫുഡ് കിട്ടും. ഈ മന്തി അടക്കമുള്ളത് നമ്മുടെ അറേബ്യൻ ഫുഡാണ്. ഇത്തരം അറേബ്യൻ ഫുഡ് കിട്ടുന്ന മലപ്പുറത്തെ കുറിച്ചിട്ട് പരിശോധിക്കണമെന്ന് പറയുന്നത് BJP ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് NIAക്ക്. അത് ഇതിനിടയിൽ തീവ്രവാദ ബന്ധമുണ്ടെന്നും തീവ്രവാദികളാണ് ഇതിലേക്ക് പൈസ മുടക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷിക്കണമെന്ന് അപേക്ഷ കൊടുത്തിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾക്ക്, BJPക്കാര്. അപ്പൊ ഇവർ നമ്മുടെ ഭക്ഷണത്തിലടക്കം ഇടപെടാൻ പതുക്കെ തുടങ്ങിയിരിക്കുന്നു. നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു സംശയമില്ലേ, അതങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഇത് എന്ന് പറയുന്നത് ഈ KP ശശികല എന്ന് പറയുന്ന സംഗതി കുറച്ച് വർഷം മുമ്പത്തെ M സ്വരാജ് ഇട്ട് അലക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. അവരെത്രത്തോളം ഭീകരമായിട്ടാണ് നുണകൾ പറഞ്ഞു നടന്നിരുന്നത് ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ. ഒന്ന് കേട്ടു. എന്റെ ചോദ്യം സ്പെസിഫിക് ആയിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു. തിരുപ്പതി ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ, തിരുപ്പതി ക്ഷേത്രത്തിൽ 60% ജീവനക്കാർ ക്രൈസ്തവരാണോ? നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു കളവ് പറഞ്ഞു? നിങ്ങളുടെ പേരിൽ മിനിഞ്ഞാന്ന് യൂട്യൂബിൽ വന്ന പ്രസംഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്രൈസ്തവനെ എടുത്തു എന്ന് പറഞ്ഞു. എപ്പോഴെടുത്തു? എന്തിനാണ് നമ്മൾ ഇങ്ങനെ കളവ് പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ കളവായ പ്രസ്താവനകൾ പറയുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്ന് പണം ഗവൺമെന്റ് എടുത്തുകൊണ്ടുപോയി അത് ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്നു എന്നുപോലും പറഞ്ഞ ഒരാളാണ് നിങ്ങൾ. അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോ പറഞ്ഞില്ല എന്ന് പറയുന്നതാണ്. ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന 1-2 പ്രസംഗങ്ങൾ ഞാൻ കേട്ടു ഇവരുടെ. അത് ഒരു പ്രസംഗത്തിലൊരു വാചകം ഇങ്ങനെയാണ്: മതേതരത്വം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന് നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് KP ശശികല എന്ന് പറയുന്നവർ അതിഭീകരമായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് M സ്വരാജ് ഒരു ചർച്ചയ്ക്കിടെ ഇവരെ പ്രതിരോധിക്കുന്ന കാഴ്ചകളാണ്. നാവെടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നുണകൾ മാത്രം എഴുന്നള്ളിക്കുക എന്നുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്കൊന്നും ചെയ്യാനില്ല. ഇനി നന്ദഗോവിന്ദൻ ഭജൻസിനെ കുറിച്ചിട്ട് ആളുകൾക്ക് പല രീതിയിലാണ് ഈ നന്ദഗോവിന്ദൻ എന്ന് പറയുന്ന ആ ഒരു ടീമുകളുടെ പാട്ടുകൾ ഫീൽ ചെയ്യുക. ചിലർക്കതൊരു സൂത്തിങ് ആണ്, ചിലർക്കതൊരു മരുന്നാണ്, ചിലർക്കത് ആനന്ദദായകമായിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ചിലർക്ക് അത് ചിലപ്പോൾ അവരെ അതിഭീകരമായിട്ടുള്ള അവരുടെ പീഡനം അനുഭവിക്കുമ്പോൾ അതൊരു ആശ്വാസമാണ്. ഒന്ന് കേട്ടോക്കി. കുമാരനല്ലൂർ അമ്പലത്തിൽ ഓർക്കുന്നുണ്ടോ? കുമാരനല്ലൂർ അമ്പലത്തിൽ ഒരു ചേച്ചി ക്യാൻസർ പേഷ്യന്റ് ആണ്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പൊ അവര് ഡ്രിപ്പ് ഇട്ടേക്കുവാണ്, ഡ്രിപ്പ് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പൊ അവര് രാവിലെ വെളുപ്പിനെ, രാവിലെ അല്ല, 12:30 കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിന്റെ പ്രോഗ്രാമിന്റെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഡ്രിപ്പ് കണക്ട് ചെയ്തിട്ട് ഒരാൾ കൂട്ടത്തില് നേഴ്സും പിടിച്ചോണ്ടിരിക്കുകയാണ്, കൂട്ടത്തിൽ നിൽക്കുക. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ വഴക്കുണ്ടാക്കി ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു എനിക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കാണണമെന്നോ പറ്റുന്നു. അപ്പൊ അവരെങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു സീറ്റ് റിസർവ് ചെയ്തേക്കാം, അകത്ത് സ്കൂളുണ്ടല്ലോ കുമാരനല്ലൂർ സ്കൂളിനകത്ത് അവിടെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അവരവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴത്തേനും അവർക്ക് അത് ടെൻഷനായി. ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും വന്നിട്ട് ഫ്രണ്ടിലിരുന്നു. ആരാന്ന് അറിയത്തില്ല. ഞാനത് ശരിക്കും പറയാൻ പരിപാടി കഴിഞ്ഞിട്ട് നേരിട്ടൊന്ന് പോയി കാണണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അവർ കാണുകയോ കാണാതിരിക്കുകയോ അവർക്ക് കാണുകയാണെങ്കിൽ അത്ര സന്തോഷമെന്ന് മാത്രം പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചത്, ഒരു ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവർ പാട്ട് നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് അത്രയേറെ പാട്ട് അവർ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടാകും. അത് ഭക്തിയുടെ മറ്റൊന്നല്ല, അവർ സംഗീതം കൊണ്ടുണ്ടാകുന്നതാണ്. സംഗീതത്തിന് അങ്ങനെ ജാതി മതമൊക്കെ വെച്ചിട്ട് വേർതിരിച്ച് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള KP ശശികല അടക്കമുള്ള ആളുകളെ നമ്മുടെ കേരളം
എന്താ പറയുക പിടിച്ച് ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന രീതിയിൽ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അടിച്ചു പിരിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവണേ. ബൈ.